പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 6 പ്രധാന വാർത്തകൾ. തെക്കൻ ബാത്തിന ഗവർണറേറ്റിൽ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും ഇലക്ട്രിക് കേബിളുകൾ മോഷ്ടിച്ച പ്രവാസികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. വടക്കൻ ബാത്തിന പോലീസ് കമാൻഡ് നടത്തിയ അന്വേഷണത്തിലാണ് ഏഷ്യൻ രാജ്യക്കാരായ 5 പേരെ പിടികൂടിയത്. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയാക്കിയതായും പോലീസ് അറിയിച്ചു. ഇനിയും ഉപയോഗപ്പെടുത്താത്ത അനന്ത സാധ്യതകളാണ് വിനോദസഞ്ചാര രംഗത്ത് മസ്കത്തിനുള്ളതെന്ന് ഒമാൻ ടൂറിസം ഫോറം സംഘടിപ്പിച്ച 2ാമത് സെമിനാർ. ഒമാൻ പൈതൃക ടൂറിസം മന്ത്രാലയത്തിൻ്റെ രക്ഷാകർതൃത്വത്തിൽ ആഗോള ഹോസ്പിറ്റാലിറ്റി ബ്രാൻഡായ ഹോർവാത്ത് HD എൽ ഖുറം ക്രൗൺ പ്ലാസ ഹോട്ടലിലാണ് സെമിനാർ സംഘടിപ്പിച്ചത്. മന്ത്രാലയം അണ്ടർ സെക്രട്ടറി അസ്സാൻ ബിൻ ഗാസിം അൽ ബുസൈദിയുടെ അധ്യക്ഷതയിൽ നടന്ന സെമിനാറിൽ മസ്കത്തിനെ പശ്ചിമേഷ്യയുടെ സാംസ്കാരിക പൈതൃക തലസ്ഥാനമായി മാറ്റിയെടുക്കും വിധം മസ്കത്ത് ബിനാലെ കലാപ്രദർശനം സംഘടിപ്പിക്കുന്നത് സംബന്ധിച്ചാണ് സെമിനാർ പ്രധാനമായും ചർച്ച ചെയ്തത്. ദേശീയ തലത്തിലെ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റിൽ ഒമാനിൽ 300ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. മസ്കത്ത് ഇന്ത്യൻ സ്കൂളിൽ ഉച്ചയ്ക്ക് 12:30 ആരംഭിച്ച പരീക്ഷയ്ക്ക് 3 മണിക്കൂർ 20 മിനിറ്റായിരുന്നു സമയം. പരീക്ഷയെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ സമ്മിശ്ര പ്രതികരണമായിരുന്നു. ഭൂരിഭാഗം വിദ്യാർത്ഥികൾക്കും മിക്ക വിഷയങ്ങളും എളുപ്പമായിരുന്നുവെങ്കിലും ചിലർക്ക് ചില വിഷയങ്ങൾ ചെറിയ പ്രയാസകരമായി. ഒമാനിൽ തന്നെ നീറ്റ് പരീക്ഷ എഴുതാൻ അവസരം ലഭിച്ചതിൻ്റെ സന്തോഷത്തിലായിരുന്നു വിദ്യാർത്ഥികൾ. ഇതിൻ്റെ ആത്മവിശ്വാസത്തിലായിരുന്നു രക്ഷിതാക്കൾക്കൊപ്പം മസ്കത്ത് ഇന്ത്യൻ സ്കൂളിലെ പരീക്ഷാ കേന്ദ്രത്തിലെത്തിയത്. തിരുവനന്തപുരം സ്വദേശി ഒമാനിൽ കുഴഞ്ഞു വീണു മരിച്ചു. സലാലയിലെ തുംറൈത്തിൽ ജോലി ചെയ്തിരുന്ന ആറ്റിങ്ങൽ അശോകാണ് മരണപ്പെട്ടത്. തുംറൈത്തിലെ സാമൂഹിക സേവന രംഗത്തെ നിറസാന്നിധ്യമായിരുന്ന അശോക് 30 വർഷത്തിലധികമായി സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്തു വരികയാണ്. അവധി കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഇദ്ദേഹം നാട്ടിൽ നിന്നെത്തിയത്. സലാല സുൽത്താൻ കാബൂസ് ഹോസ്പിറ്റൽ മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹം നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ടിസ ഭാരവാഹികൾ അറിയിച്ചു. ദീർഘനാളുകൾക്ക് ശേഷം തുടർച്ചയായി ലഭിച്ച മഴ ദോഫാറിലെ മരുഭൂമിയെ പച്ചപ്പട്ടണിയിച്ചു. പർവ്വതങ്ങളിലും മണൽക്കൂനകളിലുമെല്ലാം ചെടികൾ വളർന്നു നിൽക്കുന്നത് ഏറെ മനോഹരമായ കാഴ്ചയാണിപ്പോൾ. ഖരീഫിനെ ഓർമ്മിപ്പിക്കും വിധം വാദി ദർബാത്തിൽ ഉൾപ്പെടെ വെള്ളച്ചാട്ടം രൂപപ്പെട്ടു. വസന്തകാലം ഇത്തവണ നേരത്തെ എത്തിയേക്കുമെന്നും വിദഗ്ധർ പറയുന്നു. മഴ ലഭിച്ച് പച്ചപ്പ് നിറഞ്ഞതോടെ ഒട്ടകങ്ങൾക്കും ആടുമാടുകൾക്കും തീറ്റയും സുലഭമായി. ജബൽ അയ്യൂബിലും ഇത്തീനിലും ഷാത്തിലും റൈസൂത്തിലുമെല്ലാം ചെറുതും വലുതുമായ കുന്നുകൾ പച്ച വിരിച്ചിരിക്കുകയാണ്. ഇതുവഴി യാത്ര ചെയ്യുന്നവരെല്ലാം ഇവ ആസ്വദിക്കുന്നു. പച്ചപ്പുതച്ച ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയും ചെയ്യുന്നു. ഖരീഫിന് മുമ്പേ എത്തിയ ഖരീഫിനെ ആസ്വദിക്കാൻ ഇവിടങ്ങളിൽ എത്തുന്നവരുടെ എണ്ണം കൂടുകയാണ്. വടക്കൻ മേഖലയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇന്നലെയും ഭാഗികമായ മഴ ലഭിച്ചു. ആലിപ്പഴ വർഷവുമുണ്ടായി. അസ്ഥിര കാലാവസ്ഥ തുടരുമെന്നും മുന്നറിയിപ്പുകൾ വ്യക്തമാക്കുന്നു. ജഅലാൻ ബനീബു അലി, ജബൽ അക്തർ, ഇസ്കി, നിസ്വ, സൂർ, സമാഇൽ, ജഅലാൻ ബനൂബു ഹസൻ, ഹംറ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് മഴ ലഭിച്ചത്. തിരുവാതിര വേഷത്തിൽ 300ഓളം നർത്തകിമാർ സുഹാർ സല്ലാനിലെ അൽ തരീഫ് ഫുട്ബോൾ ഗ്രൗണ്ടിൽ മെഗാ തിരുവാതിരയുമായി നിറഞ്ഞാടിയപ്പോൾ ഒമാനിൽ പുതുചരിത്രം രചിച്ചു. സുഹാർ മലയാളി സംഘം ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് സുഹാറുമായി സഹകരിച്ച് നടത്തിയ മെഗാ പരിപാടി കാണികളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. കത്തിച്ചുവെച്ച നിലവിളക്കിന് ചുറ്റും വൃത്തത്തിൽ പരമ്പരാഗത തിരുവാതിര വേഷം ധരിച്ച് കൗമാരക്കാർ മുതൽ പ്രായമുള്ളവർ വരെ 11 മിനിറ്റ് ദൈർഘ്യമുള്ള പാട്ടിന് ചുവടുവെച്ചു. വലിയ മുന്നൊരുക്കങ്ങളും ചിട്ടയായ പരിശീലനവും കൊണ്ട് പൂർത്തിയാക്കിയ മെഗാവിരുന്ന് പങ്കെടുക്കുന്നവരുടെ എണ്ണം കൊണ്ട് പ്രവാസലോകത്ത് വേറിട്ട കാഴ്ചയായി. അറേബ്യൻ ട്രാവൽ മാർക്കറ്റ് ഇന്നു മുതൽ മെയ് 9 വ്യാഴാഴ്ച വരെ ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടക്കും. 31ാമത് എഡിഷൻ ട്രാവൽ മാർട്ടിൻ ഒമാനിൽ നിന്ന് ടൂറിസം മേഖലയിലെ 36 സ്ഥാപനങ്ങൾ പങ്കെടുക്കും. പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം അണ്ടർ സെക്രട്ടറി അസ്സാൻ ബിൻ ഗാസിം അൽ ബുസൈദിയുടെ നേതൃത്വത്തിലാണ് ഒമാൻ സംഘം 31ാമത് എഡിഷൻ ട്രാവൽ മാർക്കറ്റിന്റെ ഭാഗമാകുന്നത്. മസ്കത്ത് കണ്ണൂർ റൂട്ടിൽ വർദ്ധിപ്പിച്ച എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ പ്രാബല്യത്തിൽ. ഈ മാസം ആദ്യം മുതലാണ് പുതിയ ഷെഡ്യൂൾ ആരംഭിച്ചത്. നിലവിൽ ആഴ്ചയിൽ എല്ലാ ദിവസവും സർവീസുണ്ട്. വരുന്ന വേനൽ അവധിക്കാലത്തും പെരുന്നാളിനും നാടണയാനിരിക്കുന്ന ഉത്തര മലബാറിൽ നിന്നുള്ള പ്രവാസി മലയാളികൾക്ക് അധിക സർവീസുകൾ ഏറെ ഗുണം ചെയ്യും. തിങ്കൾ, ചൊവ്വ, ബുധൻ, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 9:45 മസ്കത്തിൽ നിന്ന് പുറപ്പെടുന്ന വിമാനം ഉച്ചയ്ക്ക് ഇന്ത്യൻ സമയം 2:45 കണ്ണൂരിലെത്തും. വ്യാഴാഴ്ച
രാവിലെ 7:35 പുറപ്പെട്ട് ഉച്ചയ്ക്ക് 12:30 കണ്ണൂരിലെത്തും. വെള്ളിയാഴ്ച പുലർച്ചെ 3:20 പുറപ്പെടുന്ന വിമാനം 8:15 കണ്ണൂരിൽ ലാൻഡ് ചെയ്യും. SDK ഫുട്ബോൾ അക്കാദമി ഗാലൻസ് FC ഒമാനുമായി സഹകരിച്ച് നടത്തുന്ന ഗാലൻസ് ജൂനിയർ കപ്പ് ഇന്ന് വാദി കബീർ പെഡൽ ഫൺ ഗ്രൗണ്ടിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. അക്കാദമിയുടെ എല്ലാ ബ്രാഞ്ചിലും ടൂർണമെന്റും SDK സൂപ്പർ കപ്പും ഈ മാസം നടക്കും. വിജയികൾക്ക് ട്രോഫിയും വ്യക്തിഗത അവാർഡുകളും നൽകും. ഒമാൻ ICF എഡ്യൂക്കേഷൻ വിഭാഗത്തിൻ്റെയും SJMൻ്റെയും ആഭിമുഖ്യത്തിൽ ഹിസ്ബ് പരിശീലനത്തിന് തുടക്കം കുറിച്ചു. ഖാരി നൂറുദ്ദീൻ സഖാഫി, ഖാരി ഊരകം അബ്ദുറഹ്മാൻ സഖാഫി എന്നിവരാണ് ക്ലാസ്സിന് നേതൃത്വം നൽകുന്നത്. സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒമാനിലെ 32 മദ്രസകളിൽ നിന്നായി 80-ലധികം അധ്യാപകർ പരിശീലനത്തിൽ പങ്കെടുക്കുന്നു. IC എഡ്യൂക്കേഷൻ സമിതി പ്രഖ്യാപിച്ച 20 ദിവസത്തെ ഓൺലൈൻ പരിശീലനം മെയ് 30 അവസാനിക്കും. മത്രയിലെ പുരാതന കെട്ടിടങ്ങൾ നവീകരിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നതിന് പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം പദ്ധതി. മത്ര കോർണിഷിനോട് ചേർന്നുള്ള സൂർ അൽ ലവാദിയ ടവറുകൾ നവീകരിക്കുന്നതിന് ടെൻഡർ ക്ഷണിച്ചു. അടുത്ത മാസം 4 മുമ്പ് കമ്പനികൾക്ക് ടെൻഡർ സമർപ്പിക്കണം. സർക്കാർ സ്വകാര്യ മേഖലയുടെ സംയുക്ത പദ്ധതിയായാണ് ഇതിനെ കൊണ്ടുവരുന്നത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.